ഫോറിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ടാക്സ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കുറെ ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെയാണ് ടാക്സ് ഒക്കെ വരുന്നത്. അതായത് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ ഇൻട്രാഡേ അതുപോലെ ലോങ് ടേം ഇതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടാക്സ് വരുന്നത്, അതുപോലെ തന്നെ ETF, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്, ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഇതിലൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടാക്സ് വരുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മളൊരു ക്യാപിറ്റൽ ഗെയിൻ ഏൺ ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഒരു വർഷത്തിന് മേലെയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും, അതിന് താഴെയാണെങ്കിൽ ഒരു വർഷത്തിന് താഴെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. STCG LTCG എന്നാണ് അതിനെ പറയുക. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇക്വിറ്റി ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 15%, ലോങ് ടേം ആണെങ്കിൽ 10%. അത് 1 ലക്ഷത്തിന് മേലെ വന്നാലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. പിന്നെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് ഷോർട്ട് ടേം ആണെങ്കിൽ നിങ്ങളുടെ സ്ലാബ് റേറ്റ്, അതായത് നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന സ്ലാബ് റേറ്റ് ഓൾഡ് റെജിമോ ന്യൂ റെജിമോ എങ്ങനെയാണോ അടയ്ക്കുന്നത് ആ ഒരു സ്ലാബ് റേറ്റിലായിരിക്കും നിങ്ങളുടെ ടാക്സേഷൻ വരുന്നത്. ലോങ് ടേം ആണെങ്കിൽ അത് 20% ഓഫ് ഇൻഡെക്സേഷൻ. ഇൻഡെക്സേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേടിച്ച പ്രൈസ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷനെ അനുപാതിച്ച് താരതമ്യം ചെയ്യുന്ന അതിൻ്റെ വാല്യൂ കണക്കാക്കുന്നതാണ് ഇൻഡെക്സേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് അതിനെ 20% ആണ് നമ്മൾ ഈ ഒരു വാല്യൂ ആയിട്ട് കണക്കാക്കുക. അതാണ് LTCG, അതായത് ലോങ് ടേമിൽ ഒരു ടാക്സ് വരുന്നത്. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം ആണെങ്കിൽ ഈ പറയുന്ന പോലെ 15% ഇക്വിറ്റി ഫണ്ടിലും മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 15%, ഡെപ്റ്റ് ഫണ്ടിലാണെങ്കിൽ പറയുന്ന പോലെ നമ്മുടെ സ്ലാബ് റേറ്റ് ഇൻകം ടാക്സിൽ അടയ്ക്കുന്ന സ്ലാബ് റേറ്റ് എങ്ങനെയാണോ അങ്ങനെയാണ് വരുന്നത്. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈ പറയുന്ന പോലെ ഇക്വിറ്റിയിൽ 10%, ഡെപ്റ്റിൽ 20% ആണ് വരുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ടാക്സ്, അതായത് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് നടക്കുന്ന ടാക്സിനെ പറ്റിയാണ് പറയുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, അത് ETF, നിങ്ങൾ ഗോൾഡ് ETF, മ്യൂച്വൽ ഇക്വിറ്റി ETFs ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ ഇപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് ആൻഡ് സെക്ടറൽ ETFസിലാണെങ്കിൽ 15% ആയിരിക്കും നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടത് ഷോർട്ട് ടേമിൽ. അതുപോലെ നിങ്ങൾ ഗോൾഡ് ETFിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ ടാക്സ് റാബിലേറ്റഡ് ആയിരിക്കും. അതുപോലെ ലോങ് ടേം ആണെങ്കിൽ 10%, 20%. നേരത്തെ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ അതേ ഒരു തന്നെയാണ് ഇവിടെയും വരുന്നത്. ഗോൾഡിന് 20%, ഇൻഡെക്സും സെക്ടറിനും 10%. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള. അതുപോലെ തന്നെ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടി വരുന്നുണ്ട്. അതായത് ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇപ്പോൾ നാഷണൽ സേവിങ് സ്കീം അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇതിനും ഈ പറയുന്ന പോലെ ഷോർട്ട് ടേം ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇൻകം റേറ്റ് ആയിരിക്കും. ഇനി ഈ പറയുന്ന പോലെ ലോങ് ടേമിലാണെങ്കിൽ നിങ്ങൾ ഡെപ്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതിന് 20%, അതായത് ലോങ് ടേമിൽ 20%. അതുപോലെ ലിസ്റ്റ് ചെയ്യാത്ത ഇൻഡെക്സേഷൻ ഇല്ലാത്ത ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റിലാണെങ്കിൽ, ലിസ്റ്റ് ചെയ്തിട്ടുമില്ല അൺഡിപ്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന് 20% ലോങ് ടേമിലേക്ക് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന് എങ്ങനെയാണ് ടാക്സ് വരുന്നതും കൂടി ശ്രദ്ധിച്ച് ആ ഒരു ടാക്സും കൂടി നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കണം. ഒരു ക്യാപിറ്റൽ നിങ്ങൾ 1 lakhന് മേലെ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് അതിൽ ലോസ് വരാണെങ്കിൽ, ഇപ്പോൾ ട്രേഡിങ്ങിൽ ലോസ് വരാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ലോസ് ഉണ്ടായ വർഷങ്ങളിലും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ടാക്സിനെ പറ്റിയാണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രേഡിങ്ങിലായാലും ലോങ് ടേമിലായാലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ടാക്സ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ചാനൽ നമ്മൾ മെയിനായിട്ട് ടാക്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻസ്, ട്രേഡിങ് ഇതിനെ പറ്റിയാണ് കൂടുതൽ വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഫുള്ള് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.